ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോൾ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഇന്നലെ ശ്രീ കെ.സി. വേണുഗോപാൽ ആയിരങ്ങൾ തടിച്ചുകൂടിയ UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രിയാണ് ഏറ്റവും വലിയ വഞ്ചനയും ചതിയും മലപ്പുറം ജില്ലയോട് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു. അതിനെതിരായി മുഹമ്മദ് റിയാസ് കുറഞ്ഞ വാക്കുകൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കി മറ്റേതെങ്കിലും മന്ത്രിമാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഒരു മന്ത്രിയും ഇട്ടിട്ടില്ല. ഒരു കാര്യം ബോധ്യമായി, അദ്ദേഹം രാഷ്ട്രീയമായ കാരണം കൊണ്ടല്ല പോസ്റ്റ് ഇട്ടത്, അതല്ലാത്തൊരു വേദന അദ്ദേഹത്തിന് വരുമല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ സംസാരിച്ച PC വിശ്വനാഥും അഷ്റഫ് അലിയും VS ജോയിയും ഒക്കെ വളരെയേറെ കാര്യങ്ങൾ കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ ദുർഭരണത്തിലെ ജനവിരുദ്ധ നയങ്ങളെ കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ചു. അതിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഈ 23 ഉണ്ടാവുക. 19 വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ചെയ്യുക എന്നൊക്കെ സൂചിപ്പിച്ചു. അതോടുകൂടി തന്നെ ഞാൻ എടുത്തു പറയുന്നു, നിലമ്പൂരിലെ വോട്ടർമാർ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടി വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ 19-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ്. കാരണം ഈ മലപ്പുറം ജില്ലയെക്കുറിച്ച് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം, ഈ ലോകത്തിനു മുന്നിൽ പറയാൻ ഒട്ടനവധി കാര്യങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ഇവിടെ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ, മനുഷ്യനെ സഹായിക്കുന്ന ഉദാത്തമായ 100 കാര്യങ്ങൾ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ സഹായം മനുഷ്യനെ സഹായിക്കുമ്പോൾ ജാതി നോക്കിയല്ല, മതം നോക്കിയല്ല, അവന്റെ രാഷ്ട്രീയം നോക്കിയല്ല, അതിനപ്പുറത്ത് മനുഷ്യന്റെ പ്രയാസങ്ങൾ പങ്കെടുക്കുകയും മനുഷ്യർ പങ്കുചേരുകയും അവന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കഥയാണ് മലപ്പുറത്തിന്റെ കഥ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മലപ്പുറം ജില്ലയെക്കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ ആരും മറന്നിട്ടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ അത്തരം പണം ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇത്തരത്തിലുള്ള മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന പരാമർശങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. മുൻ മുഖ്യമന്ത്രി മുമ്പൊരിക്കൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറയട്ടെ, അത്തരം കാര്യങ്ങളെക്കുറിച്ച്, മലപ്പുറം ജില്ലയെക്കുറിച്ച് അങ്ങേയറ്റത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ മറുപടി പറയാനുള്ള അവസരമായി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജൂൺ 19-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ അതിന്റെ പ്രതികാരം, അതിന്റെ പ്രകടനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മലപ്പുറം ജില്ലയെ ഇതുപോലെ അധിക്ഷേപിച്ച മറ്റു ചിലരുണ്ട്. ഞാൻ സമയപരിമിതി കൊണ്ട് പോകുന്നില്ല. ഇതേ അഭിപ്രായം പറഞ്ഞ മറ്റൊരു നേതാവ് BJP-യുടെ MP കൂടിയായ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ജില്ലയാണ്, മറ്റുള്ളവർക്കൊന്നും ഈ ജില്ലയിൽ കടക്കാൻ പോലും കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ എഴുതിയിട്ടുണ്ട്, മലപ്പുറം ജില്ലയിൽ മതസൗഹാർദ്ദമില്ലാത്ത ജില്ലയാണ്, ഇവിടെ എല്ലാ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന ജില്ലയാണ് ഈ ജില്ല എന്ന് പറഞ്ഞത് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറാണ്. അതേ വാക്ക് കടമെടുത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് മലപ്പുറത്തുകാരുടെ ഒക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള അതിശക്തമായ വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട വോട്ടുകൾ കൈ അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നിലമ്പൂരിന്റെ മണ്ണിനെ കുറിച്ചറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് യൂണിയൻ.